KCYM തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും സംയുക്തമായി കത്തോലിക്ക യുവജന മതബോധന ഗ്രന്ഥം അടിസ്ഥാനമാക്കി നടത്തുന്ന യുക്യാറ്റ് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി നമ്മോടൊപ്പമായിരിക്കുന്നത് പ്രശസ്ത ദൈവശാസ്ത്ര പണ്ഡിതനും യുവജനങ്ങളുടെ സ്നേഹിതനുമായ അഭിവന്ദ്യ മാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവെ, അങ്ങേക്ക് ഹൃദ്യമായ സ്വാഗതം. പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് തലശ്ശേരി അതിരൂപത വായാട്ടുപറമ്പ് ഫൊറോനയിലെ പ്രഗത്ഭരായ യുവജനങ്ങളാണ്. പ്രിയ യുവജനങ്ങളെ, നിങ്ങൾക്കും സ്വാഗതം. യുക്യാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശ്വാസ പ്രമാണത്തിലെ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസത്തെപ്പറ്റി നമ്മൾ പഠിക്കുകയായിരുന്നല്ലോ. ഈ വിഷയം തന്നെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലും നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രിയ പിതാവേ, നമുക്ക് ആരംഭിച്ചാലോ? തീർച്ചയായും ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആരാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്? കൃപയാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. കൃപയ്ക്ക് ചോദിക്കാവുന്നതാണ്. പിതാവേ, എൻ്റെ പേര് കൃപ. എൻ്റെ ചോദ്യം ഇതാണ്: സഭ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് പറയുന്ന അർത്ഥം ഒന്ന് വ്യക്തമാക്കി തരാമോ? യെസ്, കൃപയുടെ ചോദ്യം സഭയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധമാണ്, അല്ലേ? കൃപയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? കൃപ എന്ന വാക്ക്, കൃപയുടെ പേരാണല്ലോ കൃപ, അല്ലേ? ഈ കൃപ എന്ന വാക്ക് തന്നെ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഗ്രേസ്, പരിശുദ്ധാത്മാവ് നമ്മിൽ ചൊരിയുന്ന ദാനങ്ങൾ, ഫലങ്ങൾ, വരങ്ങൾ, പരിശുദ്ധാത്മാവ് നമ്മിൽ നിക്ഷേപിക്കുന്ന ദൈവീക ജ്ഞാനം, ഇതെല്ലാം കൃപ എന്ന വാക്കിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചോദിക്കാൻ ഏറ്റവും പറ്റിയ ആൾ കൃപ തന്നെയാണ്. ആരായി പേരിട്ടതെന്നറിയാമോ? അച്ഛനും അമ്മയും കൂടി എനിക്ക് പേരിട്ടത്. അച്ഛനും അമ്മയും കൂടെ ഇട്ട പേരാണ്, അല്ലേ? ഏതാണേലും നല്ല പേരാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പേരിട്ട വകയിൽ അവരെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, കൃപ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് സഭ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് കൃപ ചോദിച്ചത്, അല്ലേ? ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് സഭ. ഈ സഭ എന്നാ തുടങ്ങിയത്? പന്തക്കുസ്താ ദിനത്തിലാണ്, അല്ലേ? സഭയെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി സൃഷ്ടിയുടെ ആരംഭം മുതലേ ഉണ്ട്, അത് നമുക്കറിയാം. പക്ഷെ ദൃശ്യരൂപത്തിൽ ഇന്ന് നാം കാണുന്ന സഭയുടെ തുടക്കം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പന്തക്കുസ്താ ദിനത്തിലാണ് സഭ തുടങ്ങുന്നത്. അപ്പോൾ സഭ ഉത്ഭവിക്കുന്നത് പരിശുദ്ധാത്മ ശക്തിയാലാണ്. സഭയെ മുന്നോട്ട് നയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയത് രക്തം ചിന്തിയും കർത്താവിൻ്റെ സാക്ഷികളാവാൻ അവർക്ക് ധൈര്യം പകർന്നത് പരിശുദ്ധാത്മാവാണ്. നടപടി പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഓരോ ശിഷ്യന്മാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയും അതിനുശേഷം പരിശുദ്ധാത്മാവ് അവനെ ഇന്ന ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പരിശുദ്ധാത്മാവാണ് സ്ലീഹന്മാരെ നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് സഭ എന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കും. വീണ്ടും രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്? ഈ പരിശുദ്ധാത്മാവാണ് തിരുസഭയിലൂടെ നമുക്ക് അനുഗ്രഹം തരുന്നത്. ഓരോ കൂദാശകളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്ന സത്യമാണ്. വീണ്ടും മൂന്നാമതായി പരിശുദ്ധാത്മാവാണ് ദൈവവചനമായ ബൈബിൾ എഴുതി, അല്ലേ? ആ പരിശുദ്ധാത്മാവ് ഈ വചനം തിരുസഭയ്ക്കാണ് നൽകി. സഭയുടെ പ്രബോധനങ്ങൾ പരിശുദ്ധാത്മാവ് നൽകുന്നു. തിരുസഭയുടെ അധികാരികളായ മാർപ്പാപ്പമാരെ, മെത്രാൻ സംഘത്തെ ഒക്കെയും നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവാണ് സഭയുടെ ശക്തിയെന്നും, അഥവാ സഭ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം തിരുസഭയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഈ അഭേദ്യമായ ബന്ധം മൂലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി.
ഇതാണ് കൃപ ഉദ്ദേശിച്ചത്? അതെ പിതാവേ. താങ്ക് യു കൃപ. കൃപയുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? അബിനാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. അബിന് ചോദിക്കാവുന്നതാണ്. അഭിവന്ദ്യ പിതാവേ, എൻ്റെ പേര് അബിൻ. എൻ്റെ ചോദ്യം ഇതാണ്: പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണോ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും? ഒന്ന് വിശദീകരിക്കാമോ? യെസ്, അബിന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവ സാന്നിധ്യവും ഒന്നാണോ? ഇതാണ് ചോദ്യം അല്ലേ? യെസ്. അബിൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു. എന്താ ഡിഗ്രി വിഷയം പഠിക്കുന്നത്? എക്കണോമിക്സ്. എക്കണോമിക്സ് ആണ് അല്ലേ? യെസ്. ഭാവിയിൽ ഒരു സാമ്പത്തിക വിദഗ്ധനായ അബിൻ മാറും എന്ന് വിചാരിക്കാം. യെസ്. അബിനെ അപ്പോൾ ദൈവ സാന്നിധ്യം തന്നെയാണ് പരിശുദ്ധാത്മ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അതെ. കാരണം എന്താണ്? പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാം ആളായ പരിശുദ്ധാത്മാവായ ദൈവം സത്തയിൽ പിതാവും പുത്രനും ആയി ഒന്നായവന് എന്ന് പറഞ്ഞാൽ പിതാവ് എപ്രകാരം ദൈവമായിരിക്കുന്നു അതുപോലെ പരിശുദ്ധാത്മാവ് ദൈവം, പുത്രൻ എപ്രകാരം ദൈവമായിരിക്കുന്നു അതുപോലെ പരിശുദ്ധാത്മാവും ദൈവം അല്ലേ? അതുകൊണ്ട് ദൈവസാന്നിധ്യം തന്നെയാണോ പരിശുദ്ധാത്മ സാന്നിധ്യം എന്ന് ചോദിച്ചാൽ തീർച്ചയായും പരിശുദ്ധാത്മ സാന്നിധ്യം ദൈവ സാന്നിധ്യമാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് രണ്ടുപേരും അവിടുന്ന് മാറിപ്പോയി എന്നർത്ഥമില്ല. പിതാവായ ദൈവം പ്രവർത്തിക്കുമ്പോൾ പിതാവിൻ്റെ കൂടെ ആരുണ്ട്? പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. പുത്രൻ തമ്പുരാൻ പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ട്? അവിടെ പിതാവും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. അതുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരാളുടെ പ്രത്യേക ഭാഗധേയം എടുത്തു പറയുമ്പോഴും മറ്റ് രണ്ടുപേരും അതിൽ സജീവമായും സന്നിഹിതരാണ്. കാരണം അവർക്ക് വേർപിരിഞ്ഞിരിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണല്ലോ ത്രിയേക ദൈവം എന്ന് പറയുന്നത്. പിതാവിന് തന്നെ ഒന്നും ചെയ്യുന്നില്ല പിതാവ്, പുത്രൻ തന്നെ ഒന്നും ചെയ്യുന്നില്ല, പരിശുദ്ധാത്മാവും തന്നെ ചെയ്യുന്നു. ത്രിയേക ദൈവമാണ്. അത് ഓരോ സന്ദർഭങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ പിതാവിൻ്റെ പ്രവൃത്തിയാണ്. ഇപ്പം സൃഷ്ടി പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പക്ഷേ സൃഷ്ടി വിവരണത്തിൽ തന്നെ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് സൂചനയുണ്ട്. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് എങ്ങനെ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതവും ശൂന്യവുമായി, ആഴങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് അരുളി ചെയ്തു വചനം. അപ്പോൾ വചനം, ആത്മാവ്, പിതാവായ ദൈവം, പരിശുദ്ധ ത്രിത്വത്തെ തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ സൃഷ്ടി നടത്തുന്നത് പിതാവായ ദൈവമാണ് എങ്കിൽ പോലും അവിടെയും പരിശുദ്ധാത്മാവും പുത്രനും സന്നിഹിതരാണ്. കുരിശിൽ മരിച്ചത് പുത്രൻ തമ്പുരാനാണ്. പക്ഷേ ആ സമയത്ത് പിതാവും പരിശുദ്ധാത്മാവും പുത്രനെ ഉപേക്ഷിച്ച് മാറി നിൽക്കുകയായിരുന്നു. അവരവിടെ സത്യമായും സജീവമായും സന്നിഹിതരായിരുന്നു. ഈ ഒരു ത്രിത്വൈക കൂട്ടായ്മയിൽ വേണം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ മനസ്സിലാക്കാൻ. അപ്രകാരം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തന്നെ ആണോ ദൈവ സാന്നിധ്യം എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ. സഭയുടെ കാലഘട്ടത്തിൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും നമ്മോട് സംവദിക്കുന്നത് പരിശുദ്ധാത്മാവ് വഴിയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മ സാന്നിധ്യം ദൈവ സാന്നിധ്യം തന്നെയാണ്. ഇനി അബിൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഇപ്പോൾ ഇത് പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പൂർണ്ണമായും ശരിയല്ല അബിനെ. പരിശുദ്ധാത്മാവിനെ കൂടാതെ അബിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും? തിന്മ. ആ തിന്മ, പാപം, അത് ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായമൊന്നും വേണ്ട. അതിന് അബിൻ്റെ മാത്രം കഴിവുണ്ടെങ്കിൽ അബിന് എന്ത് ചെയ്യാൻ പറ്റും? തിന്മ ചെയ്യാൻ പറ്റും അല്ലേ? അതായത് ഈശോ ഇതേ വാചകം പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അതുതന്നെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവിടെ പറയപ്പെടുന്നത്. അതായത് പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് നന്മയായതൊന്നും ചെയ്യാൻ പറ്റില്ല. ഏറ്റവും വലിയ നന്മ ഏതാണ്?
ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കും. അത് പരിശുദ്ധാത്മ ശക്തിയില്ലാതെ നമുക്ക് പറ്റില്ല. നമുക്ക് നന്നായി പ്രാർത്ഥിക്കണമെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകം വേണം. ഇല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയത് പള്ളിയിൽ ചെന്നിരിക്കുമ്പോഴേ പല വിചാരമായി, ഉറക്കമായി, ആകെ അസ്വസ്ഥതയായി, പലവട്ടം വാച്ചിയെ നോക്കി ഇത് എപ്പോഴാണ് ഇതൊന്ന് തീരുന്നത് എന്ന മട്ടിലിരിക്കും. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ലക്ഷണം എന്താ? പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്രകാരം പരിശുദ്ധാത്മാവ് കൂടെയില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതം അപകടത്തിലാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മൾ മാനസികമായ ഊർജമില്ലാത്തവരായിത്തീരും, ഭീരുക്കളായിത്തീരും, ഒരാളുടെ മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാത്തവരായിത്തീരും. അങ്ങനത്തെ മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശക്തമാകും. പരിശുദ്ധാത്മാവ് ശാരീരികമായും നമുക്ക് ഊർജം തരും. സാംസൺ എന്ന മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നപ്പോൾ അവനെ തോൽപ്പിക്കാൻ 100 കണക്കിന് ഫിലിസ്ത്യർ വന്നിട്ടും പറ്റിയില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയപ്പോൾ അവർക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സുരക്ഷിതമായി നിലനിർത്തുന്നതും നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് തിന്മ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നു. അഭിൻ്റെ ചോദ്യത്തിന് പിതാവ് വ്യക്തമായ ഉത്തരം നൽകിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ജെറാൾഡാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ജെറാൾഡിനെ ചോദിക്കാനായി ക്ഷണിക്കുന്നു. അഭിവന്ദ്യ പിതാവേ, എൻ്റെ പേര് ജെറാൾഡ് കാഞ്ഞിരത്തിങ്കൽ. എൻ്റെ ചോദ്യം ഇതാണ്: ദൈവമാതാവ് എന്ന നിലയിലേക്ക് പരിശുദ്ധ കന്യകാമറിയത്തെ രൂപീകരിക്കുന്നതിന് പരിശുദ്ധാത്മാവ് വഹിച്ച പങ്ക് എന്താണ് എന്ന് വ്യക്തമാക്കാമോ? ഓക്കെ. പരിശുദ്ധ കന്യകാമാതാവിൽ പരിശുദ്ധാത്മാവ് എന്താണ് പ്രവർത്തിച്ചത്? ഇതാണ് ജെറാൾഡിൻ്റെ ചോദ്യം. അതെ പിതാവേ. ഇല്ലേ? ഗുഡ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ മറിയത്തിൽ കടന്നു വന്നപ്പോൾ അവൾ ദൈവത്തിൻ്റെ അമ്മയായി, ദൈവമാതാവായി. അതാണ് ജെറിൻ പറഞ്ഞത്, സത്യമാണ്. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയാം, പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോയെ ജനിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടില്ല. ഈശോയെ ആരും ജനിപ്പിക്കേണ്ട കാര്യമില്ല. നിത്യതയിൽ പിതാവിൽ നിന്ന് ജനിച്ചവനെ ഇനി ജനിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അതിന് ജനിക്കേണ്ട ആവശ്യം. ഇനി പരിശുദ്ധ കന്യകാമാതാവിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ പോരുന്ന പുരുഷധർമ്മമല്ല, മറിച്ച് പരിശുദ്ധ കന്യകാമാതാവിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവൃത്തി എന്ത് എന്ന് നമ്മൾ ധ്യാനിച്ചാൽ മനസ്സിലാകും. നിത്യതയിൽ പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ തമ്പുരാനെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധ അമ്മയുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സജ്ജമാക്കുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് നിറവേറ്റുന്നത്. അതാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്: അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നിന്നിൽ നിന്ന് പരിശുദ്ധനായവൻ ദൈവപുത്രൻ ജനിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പരിശുദ്ധ കന്യകാമറിയത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്ത് എന്ന് ചോദിച്ചാൽ, പുത്രൻ തമ്പുരാനെ സ്വീകരിക്കാൻ നസ്രത്തിലെ കേവലം ഒരു ബാലികയായിരുന്ന മറിയത്തെ ഒരുക്കുന്ന പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് അവളിൽ വന്ന് നിറഞ്ഞപ്പോഴാണ് പുത്രൻ തമ്പുരാന് അവളിൽ വന്ന് പിറക്കാനുള്ള വേദി ഒരുക്കപ്പെടുന്നു. അതുകൊണ്ട് നമ്മളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈശോയ്ക്ക് നമ്മളിലൂടെ പ്രവർത്തിക്കുക വളരെ എളുപ്പമായി. ഇതാണ് പരിശുദ്ധ കന്യകാമാതാവിൽ ഈ പരിശുദ്ധാത്മാവ് നടത്തുന്ന പ്രവൃത്തി. വീണ്ടും പരിശുദ്ധ അമ്മയെ നിരന്തരം വിശ്വാസത്തിൻ്റെ വഴിയിൽ ബലപ്പെടുത്തുന്നത്, പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കാൻ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ കടന്നു പോകുന്നത് എത്രമേൽ സങ്കീർണമായ ജീവിതാനുഭവങ്ങളിലൂടെ, ഒരുപാട് വേദനകൾ, തിരിച്ചടികൾ, കഷ്ടതകൾ.
ജീവൻ തന്നെ അപകടത്തിലാകുന്ന സംശയങ്ങൾ, പിറന്നു വീണ ഒരു കുഞ്ഞിന് പിറക്കാൻ ഇടമന്വേഷിച്ച് നടത്തുന്ന അലച്ചിലുകൾ, പിറന്നു വീണ കുഞ്ഞിനെയും വാരിയെടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് ഓടുന്നു, തിരികെ അവിടെ നിന്ന് ബേത്ലഹേത്തേക്ക് വരുന്നു, അവിടെ നിന്ന് വീണ്ടും കുഞ്ഞിനെ എടുത്ത് നസ്രത്തിലേക്ക് ഓടുന്നത്. സ്വസ്ഥതയില്ലാത്തൊരു ജീവിതമായിരുന്നു പരിശുദ്ധ മറിയത്തിനുണ്ട്. എന്ന് മാത്രമല്ല, പരിശുദ്ധ കന്യകാമറിയം കടന്നു പോകുന്നത് എത്രയോ തീക്ഷ്ണതരമായ സഹനാനുഭവങ്ങളിലൂടെ. യോസേപ്പ് പിതാവ് ഈശോ ബാലനായിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയി. പിന്നെ പരിശുദ്ധ അമ്മ ഒറ്റയ്ക്കാണ് ഈശോയെ വളർത്തുന്നത്. എല്ലാവരും ഈശോയ്ക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അമ്മയോട് കുറ്റം പറയുന്നൊരു രംഗമുണ്ട്. അത് കേട്ട് അമ്മയും സഹോദരന്മാരും ഈശോയെ കാണാനും കൂട്ടിക്കൊണ്ടുവരാനും ഓടിപ്പോകുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3:21 നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. വീണ്ടും കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ ഒരു അമ്മയുടെ നിൽപ്പ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും വലിയ സങ്കടമാണ്. ഈ ദുഃഖങ്ങളിലൊക്കെയും വിശ്വാസം പതറാതെ നിൽക്കാൻ പരിശുദ്ധ അമ്മയെ ബലപ്പെടുത്തിയത് ആ അമ്മയിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ എലിസബത്തിനെ കണ്ടപ്പോൾ പാടി പ്രാർത്ഥിച്ചത്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു, ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. ശക്തനായവൻ ആരാ? പരിശുദ്ധാത്മാവ് എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം ഈശോയുടെ ജനന സമയത്ത് മാത്രമല്ല, അമ്മയുടെ ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവുമായുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ജീവിതമായിരുന്നു. ജെറാൾഡിന് കൃത്യമായ ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? നിയയാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. നിയയ്ക്ക് ചോദിക്കാവുന്നതാണ്. അഭിവന്ദ്യ പിതാവേ, എൻ്റെ പേര് നിയയാണ്. എൻ്റെ ചോദ്യം ഇതാണ്: പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിനെ വിവിധ പേരുകളാൽ വിളിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വിശദീകരിച്ചു തരാമോ? യെസ്, നിയ പറഞ്ഞത് ശരിയാണ്. അതായത് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന പല പദങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ചൈതന്യം, കർത്താവിൻ്റെ ആത്മാവ്, ഇങ്ങനെ പല പേരുകളിൽ പഴയ നിയമത്തിൽ വിളിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പല പേരുകൾ ഉപയോഗിക്കുന്നു. ആദ്യം ഈശോ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നത് എന്താണ്? പ്രാവിൻ്റെ രൂപത്തിലാണ് ഇറങ്ങി, ഇല്ലേ? അപ്പോൾ പ്രാവുകളെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഓർക്കും. വീണ്ടും പരിശുദ്ധ അമ്മയുടെ മേൽ ഇറങ്ങി വരുന്നത് പ്രത്യേക രൂപത്തിലല്ല, അത്യുന്നതൻ്റെ ശക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ ചൈതന്യം എന്നൊക്കെ വിളിക്കുന്നു. കാറ്റ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നു. നിക്കോദേമോസുമായി സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഈശോ പറയും, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശും, അല്ലേ? കാറ്റ് അതിൻ്റെ ഒരു പ്രതീകമാണ്. അഗ്നിയാൽ സ്നാനപ്പെടുത്തുന്ന ഒരുത്തൻ വരാൻ പോകുന്നു എന്ന് സ്നാപക യോഹന്നാൻ പറയുന്നു. അപ്പോൾ അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ജലത്താലും ആത്മാവിനാലും സ്നാനപ്പെടുത്തുന്നവൻ എന്ന് ഈശോ പറയും. അപ്പോൾ ജലം പരിശുദ്ധാത്മാവിൻ്റെ മറ്റൊരു പ്രതീകമാണ്. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവിനെ പാരാക്ലേത്തോസ് എന്നൊരു വാക്ക് ഉപയോഗിക്കും. പാരക്ലീത്ത എന്നൊരു വാക്കുണ്ട്. സഹായകൻ, ആശ്വാസം നൽകുന്നവൻ എന്നൊക്കെ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. അപ്പോൾ നീ പറഞ്ഞതുപോലെ ഒരുപാട് പേരുകൾ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇവയൊക്കെയും പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്ന ഓരോ ദൗത്യങ്ങളെയാണ് യഥാർത്ഥത്തിൽ പ്രകടമാക്കുന്നത്. യെസ്, സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ചൈതന്യമായിട്ടാണ്, ജലത്തിന് മീതെ ചലിക്കുന്ന ദൈവീക ചൈതന്യമായിട്ടാണ് പരിശുദ്ധാത്മാവ് രംഗപ്രവേശം ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രവാചകന്മാരിലാണെങ്കിൽ അവരിലേക്ക് ദൈവീക ശക്തിയായി ആവസിച്ചുകൊണ്ട് അവരുടെ സംസാരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നവനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്നാൽ പുതിയ നിയമത്തിലെത്തുമ്പോൾ വിവിധ പ്രതീകങ്ങളാണ്.
ഇവിടെ പ്രാവായിട്ട് എന്താണ് പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കുന്നത്? അതിൻ്റെ കാരണം ചോദിച്ചാൽ നമുക്കറിയാം, പ്രാവിനെക്കുറിച്ചുള്ള സൂചന പഴയ നിയമത്തിലുണ്ട്. നോഹയുടെ കാലത്ത് പ്രളയം വന്നു, സർവ്വതും കരയിലുള്ള പ്രാണനുള്ള സകലതും ചത്തൊടുങ്ങി. പേടകത്തിൽ പ്രവേശിച്ചവ മാത്രം ജീവിക്കുന്ന അവസ്ഥ. 40 ദിനരാത്രങ്ങൾ നീണ്ട നിർത്താത്ത മഴയും മഹാപ്രളയവും സംഭവിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും കര എവിടെയെങ്കിലും തെളിഞ്ഞോ എന്നറിയാൻ ആദ്യം കാക്കയെ വിട്ടു. കാക്ക ആ വഴിക്കേ തിരിച്ചു വന്നു. പിന്നെ പ്രാവിനെ വിട്ടു. പ്രാവ് പോയിട്ട് ഒരു ഒലിവിൻ്റെ കമ്പ്, ഒരു ചില്ല കൊത്തി എടുത്തുകൊണ്ട് നോഹയുടെ പക്കലേക്ക് തിരിച്ചു വന്നു. സന്തോഷത്തിൻ്റെ സദ്വാർത്ത നോഹയുടെ പേടകത്തിലെത്തിക്കുന്നത് പ്രാവാണ്. അന്നു മുതൽ പ്രാവിന് ഒരു ദൈവീക സന്ദേശത്തിൻ്റെ പ്രതീകമായി കരുതിയിരുന്നു. ഒരുപക്ഷെ പഴയ നിയമത്തിലെ ആ ഒരു പ്രതീകത്തിൻ്റെ സൂചനയിലാണ് ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വരുന്നു. ഇതാ സദ്വാർത്ത ലോകത്തിന് ലഭിക്കുന്നു. നോഹയുടെ പേടകത്തിൽ വെള്ളം താന്നു എന്നുള്ള സദ്വാർത്ത ഈ പ്രാവ് കൊണ്ടുവരുന്നത് പോലെ ഈശോയിലൂടെ പരിശുദ്ധ ത്രിത്വം ലോകത്തിന് സദ്വാർത്ത കൊണ്ടുവരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് കാറ്റാണ്. കാറ്റിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഫ്രാൻസിസ് മാർപ്പാപ്പ കാറ്റും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ധ്യാന വിചിന്തനം പറയുന്നു. കാറ്റ് ഒരു ചില്ലയിലും തങ്ങി നിൽക്കുക ഇല്ലേ? കാറ്റ് ഏതെങ്കിലും ഒരു മരത്തിൽ ഒതുങ്ങി നിൽക്കുമോ? ഇല്ല. കാറ്റിന് ഒരു ചില്ലയിലും തങ്ങി നിൽക്കാൻ ആവാത്തതുപോലെ പരിശുദ്ധാത്മാവ് സർവരിലേക്കും സന്നിവേശിക്കുന്ന ശക്തിയാണ്. ഒരാളിൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് വിചാരിച്ചാൽ വേറൊരാൾ വരികയില്ലെന്നല്ല അർത്ഥം. എല്ലാ മരങ്ങളിലും ഒരുപോലെ കാറ്റ് അനുഭവപ്പെടുന്ന പോലെ എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിന് വരാൻ പറ്റും. വീണ്ടും കാറ്റാണെന്ന് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഒരു വ്യക്തി വേരുകളില്ലാത്ത ഒരു യാത്ര ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ആ വ്യക്തിയെ ഒരു ശക്തിക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. ആ വ്യക്തി സർവ്വതും മറന്ന് മിശിഹായുടെ സാക്ഷിയായി ഇറങ്ങി പുറപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ തോമാശ്രീ അവിടുന്ന് ഇറങ്ങി കേരളം വരെ നടന്നു ഇല്ലേ? അതാണ് വേരുകളില്ലാത്തൊരു യാത്ര. ഒരിടത്തും തങ്ങി നിൽക്കാതെ, ഒന്നിനോടും പ്രതിബദ്ധതയില്ലാതെ, ദൈവത്തോട് മാത്രം പ്രതിബദ്ധതയുള്ള വ്യക്തിത്വമായി നമ്മളെ മാറ്റുന്നു എന്നാണ് കാറ്റ് എന്ന് പറയുമ്പോഴുള്ള അർത്ഥം. ഈ പരിശുദ്ധാത്മാവിനെ ജലമായി ചിത്രീകരിക്കാൻ കാരണം എന്താണ്? മാമോദീസായിലെ ജലം, ആ ജലമാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നത് ഇല്ലേ? നമ്മൾ മാമോദീസ വെള്ളത്തിൽ മാമോദീസ മുങ്ങുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടമായി ഈ ജലം മാറ്റപ്പെടുന്നു എന്ന് നമുക്കറിയാം. ഇതേ പരിശുദ്ധാത്മാവ് തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സഹായകൻ, ആശ്വാസപ്രദൻ എന്നൊക്കെ വിവർത്തനം ചെയ്യാവുന്ന പാരാക്ലേത്ത എന്ന വാക്കിൽ അറിയപ്പെടുന്നു. അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മെ സഹായിക്കുന്നു. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം തന്നുകൊണ്ട് നിങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കുക. നിങ്ങൾ പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ ഒരു ചോദ്യം, അയ്യോ അതിൻ്റെ ഉത്തരം അറിയാമായിരുന്നല്ലോ, എവിടെയായിരുന്നു ഉത്തരം? ഇങ്ങനെ നമ്മൾ തലപകഞ്ഞ് ആലോചിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിച്ചം തരും. ഇന്ന പേജിൽ ഈ സ്ഥലത്ത് കിടക്കുന്നതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, അങ്ങനെ തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതാണ് പരിശുദ്ധാത്മാവ് സഹായകനായി പ്രവർത്തിക്കുക എന്ന് പറയും. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം ഒരു ഉത്തരം അറിയാൻ മേലെ, അടുത്തിരിക്കുന്നവനോട് ചോദിച്ച് കോപ്പി അടിക്കരുത്. എന്താ, പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. വീണ്ടും ആശ്വാസപ്രദനാണ് പരിശുദ്ധാത്മാവ്. എന്താണ്? നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ വേദനകളിൽ
നമ്മളെ ബലപ്പെടുത്താൻ വരുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് ദൈവത്തിനു മുമ്പിൽ നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നവനാണ്. എല്ലാ തിന്മയുടെ ശക്തികളെയും ബന്ധിക്കുന്നവനാണ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധി പ്രദാനം ചെയ്യുന്നവനാണ്. സംശയം മാറിയോ? മാറി പിതാവേ. പല പ്രതീകങ്ങളിലും രൂപങ്ങളിലും നമുക്ക് വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധാത്മാവ് ദൈവമാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയുടെ അടിസ്ഥാനമാണ്, ശക്തിയാണ്. ഈ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ അമ്മയെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തത് എന്നുള്ള വലിയ പഠനങ്ങളാണ് അഭിവന്ദ്യ പിതാവ് ഈ എപ്പിസോഡിൽ നമുക്ക് പകർന്നു തന്നത്. ഇത്ര മനോഹരമായി ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ വിവരിച്ചു തന്ന അഭിവന്ദ്യ പിതാവിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ചോദിച്ച പ്രിയ കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി. യുക്യാറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടുതൽ മനോഹരമായ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി.